ഹായ് ഫ്രണ്ട്സ്, ഫോൺ എടുക്കുന്നില്ലാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫോൺ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് എടുക്കുന്നില്ല. മെസ്സേജും ഫോണും എടുത്തോണ്ടിരുന്ന ഇവിടെ ഫോൺ ബെല്ലടിക്കാനുള്ളതല്ലേ, അത് പിന്നെ അടിക്കാതിരിക്കുവോ? അങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കും. ഹലോ 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 എടുത്തു കഴിയുമ്പോൾ വേണ്ടിയല്ല. ഇതിപ്പോ കൊറേ സുഖേടാണ്. ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അവര് വേറെ പണിക്ക് പോകുന്നതാണ്. അത്രയുള്ള അത്യാവശ്യം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാനൊരു ഗ്ലൂ ഗണ്ണും കൂടെ കുത്തിക്കും. ഞാനൊരു ബോർഡ് പവർ സപ്ലൈ പിടിപ്പിച്ച് ഒരു ഡി ക്ലാസ് ബോർഡോ? പിന്നെ എന്നാ പ്രത്യേകത? ഇത് 2.1 ആണ്. ഇത് ഒറിജിനലാണ്, ക്ലാസ് ഡി. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇഷ്ടംപോലെ ഓൺലൈനിൽ കിടന്ന് കളിക്കുന്നത്. ആൾക്കാർ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചാണ് പൈസ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ പോയേ ചത്തേന്ന് പറഞ്ഞ് കാറാതെ വിശ്വസിക്കാവുന്ന ആൾക്കാരെ നേരിട്ട് വാങ്ങാം. എൻ്റെ നിന്ന് വാങ്ങണമെന്നില്ല, വിശ്വസിക്കാവുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം, കണ്ടിട്ട് വേണം ഇത് ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചു കൂട്ടാൻ. ഇത് നമ്മുടെ ബോർഡാണ്, നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്ത് ബോക്സ് ആക്കുക. ഗ്ലൂ ഗണ്ണാണോ വേണ്ട? ഗ്ലൂ ഗൺ ഗ്ലൂ ഗണ്ണ് കുത്തിക്കോ. ഗ്ലൂ ഗൺ കുത്തിയിട്ടുണ്ട്. പിടിപ്പിക്കുന്നത് കാണാൻ പറ്റുമോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം. സൂം ചെയ്തൊക്കെ ഇടയ്ക്ക് പിടിക്കണം. എൻ്റെ ടോപ്പിലത്തെ ഇത് ഇങ്ങനെയാണ്. ഒരു ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇറങ്ങിയത്, ഏറ്റവും ചെറുത്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ. ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഇത് അവരാ സ്ക്രൂ ഡ്രൈവർ സൈതാണ്, പക്ഷേ അതിന് കാന്തമില്ല. പോയി കാന്തം ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇത് വളരെ ഹിറ്റായിട്ടുള്ള ഒരു ബോർഡാണേ. ഇത് നേരത്തെ TB21 ആണ് നമ്പർ. ഇതിൻ്റെ ഈ TB21, TM21 പല ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇതങ്ങ് ഹിറ്റായതാണ്. പക്ഷെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് ഒറിജിനൽ ബോർഡ്. ZK TB21 25/415. ഇതാണ് ഒറിജിനൽ ബോർഡ്. ഇത് തിരിച്ചറിയാതെ ആൾക്കാർ പോയി ഇങ്ങനെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അത് അടിച്ചു പോയി. ഡി ക്ലാസ് ആംപ്ലിഫയർ ചള്ള, മൊത്തം മോശമാണ്, കംപ്ലീറ്റ് ചൈനയുടെ സാധനം എല്ലാം ചള്ള. ഒന്നും വേണ്ട കാര്യമില്ല മക്കളെ. നല്ലപോലെ തിരഞ്ഞെടുക്കാൻ പഠിക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും 100 രൂപ കുറച്ച് തരുമെന്ന് പറഞ്ഞ് അന്നേരം പോയി കുഴിക്കകത്ത് ഇപ്പോൾ ഒരു വേറൊരു സാധനം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. കോംബോ ഓഫർ എന്ന് പറഞ്ഞ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ശുദ്ധ തട്ടിപ്പ് സാധനങ്ങളാണ്. ഈ ഒരു ടൈപ്പ് ബോർഡ് മാത്രമേ കൊള്ളുന്നുള്ളൂ. അത് കിട്ടുന്ന പെർഫോമൻസ് മറ്റൊന്നാണ്. ഞാനിത് അസംബിൾ ചെയ്ത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. എണ്ണം കൊടുത്തു. ഇത് ഈ കവറിൻ്റെ ഫിനിഷിങ് വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ മെറ്റീരിയലിൻ്റെ മാറ്റം. മറ്റേ തകിടൊക്കെ വേറെ ചുമ്മാ പെയിൻ്റ് അടിച്ച സാധനമാണ്. ഇത് നല്ല പൗഡർ കോട്ടനാണ്.
നമ്മുടെ സ്കൂട്ടർ കാന്തം പിടിപ്പിച്ച് ശരിയായിട്ടുണ്ട്, പിടിച്ചിട്ടില്ല. നമ്മുടെ ഒരു ചെറിയ സ്കൂട്ടർ, അതല്ല എൻ്റെ ഒരു വയലറ്റ് സ്കൂട്ടറാണ് ചെറുത്, ഏറ്റവും ചെറിയ വയലറ്റ്. കണ്ടില്ലെന്ന് മാത്രം എന്നോട് പറയാനേ. വർഷങ്ങളായിട്ട് ഞാൻ നന്നായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്കൂട്ടർ കുറെ കള്ളന്മാർ അടിച്ചോണ്ട് പോകാൻ നോക്കിയതാ. ഞാൻ എന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നോണ്ട് അടിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഇതിന്റെ കുറെ കൊണ്ടുപോയി. പണ്ട് ഞാൻ ദുബായിക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ച സ്കൂട്ടർ അതാ. ഇന്നും അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇന്നും അത് അതിൻ്റെ ഇത് പോകുമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് തന്നെ മാഗ്നറ്റ് ഉണ്ട്, വനേഡിയൻ ടിപ്പാണ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അസംബ്ലിങ് പരിപാടി. അസംബ്ലിങ് കഴിഞ്ഞു. ഇനി എൻ്റെ പവർ സപ്ലൈ മാത്രം ഇങ്ങോട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ഇനി ചെയ്യാനില്ല. പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഞാൻ നല്ല ഗേജ് ഉള്ള വയർ എടുക്കുവാണ്. പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്നില്ല, ഞാൻ ഒരേ കളർ തന്നെ എടുക്കുകയാണ്. കട്ടർ ചെയ്യുന്നത് ഇത് രണ്ടും നീലയല്ലേ, കണ്ടല്ലോ, രണ്ട് നീലയാണ്. വ്യത്യാസം അറിയാമല്ലോ, അറിയത്തില്ലേ? കട്ടർ സ്റ്റിപ്പർ. Entonces, നാടൻ പ്രയോഗമാണേ, നാടൻ പ്രയോഗം. ഓക്കെ, ഇത് രണ്ട് സൈസ് നീലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡ് ഇട്ടായിരുന്നു ഇവിടെ. റെഡ് ഉണ്ട്, പക്ഷെ അതിന് ഇച്ചിരി ഗേജ് കുറവാണ്. നമുക്ക് ഗേജ് ഉള്ളത് വേണം, ആംബിയർ കൂടുതലുണ്ടല്ലോ. ഇത് ഗേജ് ഉണ്ടല്ലോ, ഇത്രയും ഗേജ് വേണം. ഇല്ല, ഇത് നെഗറ്റീവും കൂടെ. ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ ചെറുത്, ചെറിയ ഫ്ലാറ്റ് സ്കൂട്ടർ.
ലെൻസ് കൂടെ ഞാൻ ഹലോ, ആ പറഞ്ഞോളൂ. ആ ആ ആ പറഞ്ഞോ. എന്നാ കംപ്ലൈന്റ് എന്നാ കാണിക്കുന്നത്? ആ ഏത് ഹോം തിയേറ്ററിന്റെ മോഡൽ നമ്പർ പറഞ്ഞേ? ആ S40R. ഓക്കെ, അതിപ്പോ കൊണ്ടുവരണ്ട. അതിപ്പോ സാധനം ഷോർട്ടേജാ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്ക് വന്നു കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി. ഇത് കാഞ്ഞിരപ്പള്ളിയാ. ആ തന്നാലും ഇവിടെ വെച്ചിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിലവിൽ എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മുഴുവൻ തീർന്നിരിക്കുവാണ്. അത് ഞാൻ കമ്പനി ചോദിച്ചിട്ടുണ്ട്, അവർ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തരാം. ആ ഞാനിത് വന്നു കഴിയുമ്പോൾ ഞാൻ ഡിസ്പ്ലേ യൂട്യൂബിൽ ഞാൻ പറയും. ഓക്കെ. ഒരു ചുമന്ന എന്നാ പറയുന്നത്, ഒരു സ്റ്റിക്കർ എന്നെ ഒട്ടിക്കാൻ അവിടെ. ഹലോ, ആ പറഞ്ഞോ. എല്ലാരും പരിഗണിക്കും. സോണിന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ സോണിയുടെ കമ്പനിയുടെ അംഗീകൃത ഷോറൂം ആകുന്നത്. സോണിന്ന് മാത്രമല്ല, സാംസങ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, LG കാണിക്കുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ആ ബാക്കി കേൾക്കാത്തതായിരിക്കും. സോണിന്ന് പേരാണ്, അതുകൊണ്ടായിരിക്കും. ഏതാ നിങ്ങളുടെ കമ്പനി ഏതെന്ന് പറ. നിങ്ങളുടെ കമ്പനിയുടെ പേര് പറയുന്നേ. എന്നതായി പറയുന്നത്? വെച്ചിട്ട് പോകും. സോണി എന്നാ പറയുന്നത്. സോണിയെ പിന്നെ മാത്തച്ഛൻ്റെ വിളിക്കാൻ പറ്റുമോ? AC കോഡ് ഒരെണ്ണം വേണം, കറണ്ടിൻ്റെ. താഴെ പോയി എടുക്കേണ്ടി വരും. അറ്റമില്ലാത്ത AC കോഡുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത ആരുന്നുണ്ട് അല്ലേ? എടുത്തോണ്ട് വരാം.
ഹലോ. എൽ ജിയുടെ LED TV ആണോ? എൽ ജിയുടെ എന്നാ സെറ്റാ? LED TV. ആ ശരിയാലോ, ചെയ്യാം. ഓക്കെ. LG, സാംസങ്, സോണി ഏത് വേണേലും ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. ഇതിവിടെ ഇരുന്നിട്ടേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻസുലേഷൻ നല്ലപോലെ കളഞ്ഞിട്ട് ഇച്ചിരി ഫ്ലെക്സ് പറ്റി ലെഡ് ചെയ്തേരെ കേട്ടോ. ഇതൊന്ന് ചെയ്തു. താക്കോൽ എന്ത് ചെയ്തേ? വേണ്ട. ആ ടോർച്ച് എന്ത്? ചില ലെഡൊക്കെ ഇട്ടിട്ടും കൊടുക്കുവാണേലേ ഇച്ചിരി വൃത്തിയായിട്ടിരിക്കും. കാരണം ഇതിവിടെ പിന്നെ സോൾഡർ ചെയ്യൊന്നും വേണ്ട, മുറുക്കുകയും വേണ്ട. ഒരു പ്രത്യേക പിന്നാണ് ഇതിങ്ങോട്ട് താത്തിട്ട് അതിനകത്തോട്ട് ഇതങ്ങ് ഇറക്കി വിട്ടാൽ മതി. പിന്നെ അതിനകത്തുനിന്ന് ദൈവം തമ്പുരാൻ പിടിച്ചാൽ തിരിച്ചു ഊരിയല്ല, പക്ഷെ ഇറക്കി വിട്ടണം. ഇപ്പോൾ ഒരിച്ചിരി ഗേജുള്ള വയറാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനതുകൊണ്ട് അവനെ ഇച്ചിരി ഇൻസുലേറ്റ് ചെയ്ത് നല്ല സോക്കറ്റാണ്, നല്ലപോലെ ഇത് പിടിച്ചു. നമ്മൾ അതിനും ഒരു ഇച്ചിരി ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്, ഇതിനും ഒരു ഇച്ചിരി ഗ്ലൂ ഇട്ട് കൊടുത്തു വെച്ചു. നമ്മളിത് ഓണാകുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഓണായി, നമ്മുടെ ബ്ലൂടൂത്ത് ഓണായി, എല്ലാം ഓക്കെയാണ്. ഇപ്പം അടിച്ച് മാത്രമേ കവറിടുവാണ്, ഞാൻ മുറുക്കാൻ പോവാണ്. ഒരു 3mm ഇതുണ്ട്, ചുമല ടേപ്പ് അതിഞ്ഞെടുത്തു. രണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ. അതെ, പിന്നെ നമ്മൾ എയർ പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കൂടെ നമ്മളൊരു ഹോളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പേടിക്കേണ്ട, അതൊക്കെ അവിടെ ഇരുന്ന് ഹോള് പൊക്കോളും. പിന്നെ നമ്മൾ ഇതിൻ്റെ കവർ അടയ്ക്കുവാണ്. അതിൻ്റെ 4 സ്ക്രൂ ഉണ്ടായിരുന്നു.
ഇങ്ങനെ അടിയിലോട്ട് ഹീറ്റ് പോകുന്ന പോലെ ആക്കി വിട്ടിട്ട് ഇതിങ്ങനെ വെക്കണം. അതോ അതുപോലെ ഇങ്ങനെ വെക്കുമല്ലോ അല്ലേ? ഹീറ്റ് അടിയിലോട്ട് വെക്കട്ടെ. ചില ആൾക്കാർ കൈ ഇടുവാണ് അല്ലേ? ഇങ്ങനെ തന്നെ ഒട്ടിച്ചേക്കാം അല്ലേ? നമ്മുടെ ആൾക്കാരല്ലേ ഒരു ഹോള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈ ഇടുള്ളൂ. ഒക്കെ എത്ര കട്ട് ചെയ്യേണ്ട സമയമായി. ഒരു ബ്ലേഡ് കത്തിച്ച് കണ്ടിക്കുന്ന പശ പോകുന്നതിന് മുമ്പ് ചെയ്യാനാ. ഇച്ചിരി അത്രയും തള്ളി വരണ്ടെന്നേ, ഇങ്ങോട്ട് കയറ്റി നിന്നാൽ മതി. അവിടെ ഇരിക്കുന്ന അറിയണ്ട. എൻ്റെ കൈ കണ്ടിക്കല്ലേ. പിടിയിട്ടിരിക്കുമല്ലേ? അങ്ങോട്ട് ഇച്ചിരി കയറ്റി കണ്ടിച്ചാൽ ഇത് മൂന്നും ഒന്ന് പൊളിച്ചു തരാം. ഇത് മൂന്നും ഇത് പൊളിച്ചു. പൊട്ടിക്ക് അങ്ങോട്ട് തള്ളി തന്നോട്ടെ, മുമ്പോട്ട് പൊട്ടിച്ചു. ഇതിപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും മിനിമമായിട്ട് ഇങ്ങോട്ട് തട്ടിട്ട് ഈ സാധനം ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ അടുത്തത് ഇങ്ങോട്ട് തട്ടിയിട്ട് രണ്ട്, മറ്റേത് ഇങ്ങോട്ട് തട്ടിയിട്ട് മൊത്തം തട്ടിയിട്ട് അത് അൺലിമിറ്റഡ് ആണ്. ഒരു പ്ലെയറിങ് ആണ് ഇതിൻ്റെ നെട്ടോ നോസ് പ്ലെയർ.
ഒരു സബ് ഊഫർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സബ് ഊഫർ അതിഞ്ഞെടുത്തോ, D40. ഒരു വയറ് പുറത്തേക്കിട്ട് ഒരു D40 സബ് ഊഫർ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണ്ട് ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് ആ നിലത്തിരിക്കുന്ന അതെടുത്ത് മാറ്റിയിട്ട് ആ നിലത്തിരിക്കുന്നത്. ഇവിടുത്തെ സ്കൂട്ടർ എന്ത്, ആ മഞ്ഞ സ്കൂട്ടർ ഇഞ്ഞെടുത്ത് ആടെ കിടക്കും. ഇതാണ് സ്പീക്കർ കണക്ഷൻ കൊടുക്കുന്നത്. ഇത് സബ് ഊഫർ, ഇത് റൈറ്റ് ലെഫ്റ്റ്. ക്ലിയർ ആയിട്ട് കാണാമല്ലോ നിങ്ങൾക്കല്ലേ? പോസിറ്റീവ് നെഗറ്റീവും തിരിയാതെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുക്കണം. പോസിറ്റീവ് നെഗറ്റീവും തിരിഞ്ഞു പോയാൽ സ്പീക്കർ പുറത്തേക്ക് തള്ളുന്നതിന് പകരം അകത്തേക്ക് വലിയും. അപ്പോൾ നമുക്ക് തള്ളു കിട്ടുകയില്ല. ഇനി സബ് ഊഫർ ഉണ്ട് ഒരു സാധനം. ഇത് നമ്മളൊരു D40 സബ് ഊഫർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇതൊക്കെ ഇങ്ങനെയുള്ള ബോർഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ. കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. അതിനിവിടെ സബ് എന്നെഴുതിക്കുക, സറൗണ്ട് എന്നെഴുതി. സബ് ലെഫ്റ്റ് റൈറ്റ് സബ് ഊഫർ, എസ് എന്നാണ് സബ് ഊഫറിന് എഴുതിയിരിക്കുന്നത്. അതിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് നോക്കുക, കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് പോസിറ്റീവ് ഇവിടെ കൊടുക്കണം, നെഗറ്റീവ് ഇവിടെ കൊടുക്കണം. നെഗറ്റീവ് ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത് കണ്ട 2 ലെഫ്റ്റ് റൈറ്റ് സബ് ഊഫർ എടുത്തു. ഇനി ഇതിൻ്റെ സപ്ലൈ നമ്മൾ കുത്തുവാണ്. 24 വോൾട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്. 24 വോൾട്ട്. അപ്പോൾ നമ്മുടെ ഓണായി കഴിഞ്ഞ് ക്ലിങ് സൗണ്ട് വന്നു. ഇത് ഇൻഫിനിറ്റിയാണ് ഓളിയോ എന്ന് പറയുന്നത്. ബാസ്, ട്രിപ്പിള്, ബാലൻസ്. ഇത് കണ്ടോ, ഇത് ഫ്രീക്വൻസി, വോളിയം, ട്രിപ്പിള്, ബാസ്, വോളിയം. ഇത് ഓളിയോ എന്ന് പറഞ്ഞാൽ സബ് ഊഫറിൻ്റെ മാത്രം ഓളിയോ ആണ്. അത് നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു പെൻഡ്രൈവ് ഇഞ്ഞെടുത്തേ ആണ്. ഇവിടെ നമുക്ക് പെൻഡ്രൈവ് ഉണ്ട്, ഓക്സ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ഓക്സും ഉണ്ട്, ബ്ലൂടൂത്ത്. പോരെ, ഇത് 6 ഊഫറാണ്, ഇതൊന്നും താങ്ങല. നമ്മൾ പിടിച്ച് കേൾപ്പിക്കാന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കും. നമ്മൾ റെൻഡറും ചെയ്ത് അപ്ലോഡും ചെയ്ത് എല്ലാം ആക്കി കഴിയുമ്പോൾ അവസാനം കോപ്പിറൈറ്റ് അടിച്ച് യൂട്യൂബ് ഇത് റിമൂവ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഓഡിയോ ഒത്തിരി കേൾപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നാലും സെക്കൻഡുകൾ ഞാനൊന്ന് കേൾപ്പിക്കുന്നുണ്ട്. വിട്ട് ഞാൻ കേൾപ്പിക്കുമ്പോൾ നമുക്ക് ആ ടൈം കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു.
സൈലൻ്റ് ആയിട്ട് തിരിച്ചാൽ മതി. അവിടെ ബ്ലൂടൂത്തോടെ നോക്കിയാക്കാം ചെറുതോ. മൊബൈല് ഇപ്പോൾ പെൻഡ്രൈവ് ഊരി ഇനി ബ്ലൂടൂത്തിൽ ഇതുണ്ട്. ബ്ലൂടൂത്ത് ഇവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്പീഡ് ബ്ലിങ്ക് ചെയ്യും. ഇതാണ് ബ്ലൂടൂത്തിൻ്റെ ഏരിയ ഇവിടെ തന്നെ ഉണ്ട്. സ്പീഡ് ബ്ലിങ്ക് ചെയ്യും. ഞാൻ ജോലിക്കിടയിലായതുകൊണ്ട് ഫോൺ എടുക്കുകയും ചെയ്യണം. ആകെ ബുദ്ധിമുട്ടിലാണ്. ഹലോ, ആ പറഞ്ഞോ. വിളിക്കേ. ആ ഓക്കെ. അതെ, നിങ്ങളൊരു സാധനത്തിന് വിളിക്കുമ്പോൾ അത് എത്ര ഇഞ്ച് ടി വി ആണ്, ഏത് കമ്പനിയുടെ ടി വി ആണ്, ഏത് മോഡലാണെന്നൊക്കെ അറിയാതെ എത്ര രൂപ ആകുമെന്ന് ആദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ തന്നെ പറ. മുമ്പേ ഒരാളെ വിളിച്ചിട്ട് ഇമ്പെക്സിൻ്റെ ടി വി ആണ്, അതിൻ്റെ നന്നാക്കാൻ എത്ര രൂപ? എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അത് ആർക്കും പറയാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ പറയണം ടി വി ഏതാണ്, എന്നാണ് അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയണം, എല്ലാ കാര്യങ്ങളും പറയണം. ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് നമ്മളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ജെന്യൂനായിട്ടുള്ള ആൾക്കാരുടെ ഫോൺ പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി മോഡൽ നമ്പരും സെറ്റിൻ്റെ പേരും കംപ്ലൈൻറ്റും പറയാതെ ഫോൺ വിളിക്കുന്നവരുടെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാതെ ഞാൻ കട്ട് ചെയ്ത് കളയത്തുള്ളൂ. ചുമ്മാ വെറുതെ സമയം കളയുക. അത് ഞാൻ നോക്കിയില്ല, മോഡലായിരുന്നു ഞാൻ നോക്കിയില്ല, എത്ര ഇഞ്ചായി എനിക്കറിയത്തില്ല, 45 തോന്നുന്നു, 50 തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്തിനാ എൻ്റെ വിലപ്പെട്ട സമയം കളയുന്നത്? നിങ്ങളുടെ സമയത്തിനും വിലയില്ലേ? ചുമ്മാ അങ്ങനെ കളയാതെ ആദ്യം അതിൻ്റെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, അത് ഏത് കമ്പനിയാണ്, അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക. പ്ലീസ്, ജീവിച്ചു പോക്കോട്ടെ, ഉപദ്രവിക്കാതെ. അപ്പോൾ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ പോവാണ്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു. നമ്മൾ സെർച്ച് ചെയ്യണം ഇത് ഏതാണ് ഇതിൻ്റെ വന്ന് കിടക്കുന്നത്. TKTB ZK-TV21 തന്നെ വന്നു. അപ്പോൾ ഞാനൊരു പാട്ടിടാൻ പോവാം. യൂട്യൂബിൽ നിന്ന് തന്നെ ഇടാം. JBL ബാസ് ബൂസ്റ്റഡ്. Fuentes Remix. I will be where you are.
DJ Phil Fuentes Remix. ഈ കുഞ്ഞു സാധിക്കാനായി സൗണ്ട് കേൾക്കുന്നുണ്ട്. 16,000 വേണ്ടി ഈ ഊപ്പറൊന്നും പോരാ. 12 JBL വേണം. ഇത്രേ ഉള്ളൂ. ഇടിച്ച് തകർത്ത ഈ സാധനം കൈവെള്ളക്കകത്തുള്ളൂ. പവർ സപ്ലൈയും കൂടെ ഉള്ളതുകൊണ്ടാണ് അത്ര വന്നത്. നല്ല ഇത് പരിവിടാം. ഇത് നമുക്കൊരു കസ്റ്റമർക്ക് അയക്കാനുള്ളതാണ്. സെറ്റ് ചെയ്തതാണ്. ഇത്രേ ഉള്ളൂ സെറ്റ് ചെയ്യാം. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ആ കസ്റ്റമർക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സബ് വൂഫർ നല്ലൊരു 12 ഇഞ്ച് സബ് വൂഫർ എങ്കിലും കൊടുക്കാൻ അത്ര നല്ല ഇടിയാണ് ഇതിൽ ഓടുന്നത്. ഇത് 8 ഇഞ്ചേ ഉള്ളൂ, 6 ഇഞ്ചേ ഉള്ളൂ. ഇത് പോരാ, ജസ്റ്റ് ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടമാനം ഹോളൊന്നും ഇട്ടിട്ടില്ല. ഒരു സെൻറ്ററിലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹീറ്റ് വല്ലതും കൂടുതൽ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വേണം ഒരു ഹോൾ ഇട്ടാൽ മതി. ഇടേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മളവിടെ പൊടി കയറ്റേണ്ട ആവശ്യമില്ലെന്നോർത്താണ് ഞാനത് ചെയ്യാഞ്ഞ്. ഓക്കെ, അതിനുള്ള ഹീറ്റൊന്നും ഇതിന് വരാനില്ല. ഒരു മീഡിയം ഹീറ്റ് സിങ്ക് ഉണ്ട്. പിന്നെ സെൻറ്ററിൽ ഞാനൊരു എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്, അതിലെ ഹോൾ പൊക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താം. പോവാം. ഇങ്ങനെ നമുക്ക് അസംബിൾ ചെയ്ത് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. 9447208809. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം.